ഇതാണ് ഇപ്പോഴത്തെ CPM. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും അതൊരു സെക്രട്ടറി സെൻട്രിക് പാർട്ടിയാണെന്നാണ്. അതായത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം അതിനെ നടത്തുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് സെക്രട്ടറിയാണ്. കോൺഗ്രസ്, BJP പോലുള്ള പാർട്ടികൾക്ക് പ്രസിഡന്റാ. അത് സംസ്ഥാനത്തായാലും അഖിലേന്ത്യാ തലത്തിലായാലും പ്രസിഡന്റാണ് ആ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാവ്. പക്ഷേ CPM-ൽ അങ്ങനല്ല, സെക്രട്ടറിയാ. DYFI, SFI പോലെയുള്ള പോഷക സംഘടനകൾക്ക് പ്രസിഡന്റുമാരുണ്ട്, സംസ്ഥാനത്തും കേന്ദ്ര തലത്തിലും. പക്ഷേ ആ സംഘടനകളെയും നയിക്കുന്നത് അതത് പോഷക സംഘടനകളുടെ സെക്രട്ടറിമാരാണ്. CPM-നാവട്ടെ അല്ലെങ്കിൽ CPI പോലത്തെ പാർട്ടിക്കാവട്ടെ പ്രസിഡന്റ് ഇല്ല, എപ്പോഴും സെക്രട്ടറിമാരാ. CPIക്ക് പണ്ട് ഡാങ്കെ ചെയർമാനായിട്ടിരുന്ന SA ഡാങ്കെ ചെയർമാനായിരുന്ന ഒരു കാലമുണ്ട്. അത് പാർട്ടിക്കുള്ളിലെ ചില പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം ചെയർമാനായത്. പിന്നീട് ആ പദവി ഒഴിവാക്കുകയും CPI-യും ഒരു സെക്രട്ടറി സെൻട്രിക് പാർട്ടിയായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയന്റെ സാന്നിധ്യമുള്ളിടത്ത് ആ പാർട്ടി പെട്ടെന്ന് സെക്രട്ടറി സെൻട്രിക് അല്ലാതായിട്ട് മാറും, അല്ലെങ്കിൽ സെക്രട്ടറി കേന്ദ്രീകൃതം അല്ലാതായിട്ട് മാറും. കഴിഞ്ഞ ദിവസം സമാപിച്ച CPM-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് അതാണ് കണ്ടത്. ആ പാർട്ടി സമ്മേളനം, ജില്ലാ സമ്മേളനം നയിച്ചത് അല്ലെങ്കിൽ നിയന്ത്രിച്ചത് വാസ്തവത്തിൽ പാർട്ടിയുമായി, പാർട്ടിയുടെ PB അംഗം എന്ന നിലയിലല്ലാതെ സംസ്ഥാനത്തെ പാർട്ടിയുടെ നടത്തിപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഇവിടെ ആദ്യാവസാനക്കാരനായിരുന്നു. തുടക്കം മുതൽ പൊതുസമ്മേളനം വരെ അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ടായി. അദ്ദേഹമാണ് ആ സമ്മേളനം നിയന്ത്രിച്ചത്. അല്ലാതെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായി നിശബ്ദനായിരുന്നു എന്നാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് ഗോവിന്ദനോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി നാസറോ അല്ല. അതിനും മുൻപിൽ നിന്നത് അല്ലെങ്കിൽ മറുപടി നൽകിയത് പിണറായി വിജയനാണ്. സാധാരണ ജില്ലാ സമ്മേളനങ്ങളുടെ പതിവെന്ന് പറയുന്നത് അവിടെ വരുന്ന വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി മറുപടി പറയും. പിന്നെ സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ വേണ്ടതുണ്ടെങ്കിൽ, ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചുള്ള പരാതി അല്ലെങ്കിൽ ഭരണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിമർശനങ്ങൾ, അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടി പറയും. അതാണ് സാധാരണ ഗതിയിൽ നടക്കുന്നത്. പക്ഷേ ആലപ്പുഴയിൽ അങ്ങനെ ആയിരുന്നില്ല. ആ സമ്മേളനത്തിന്റെ നടത്തിപ്പ് മുഴുവൻ പിണറായി വിജയൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല, നേരത്തെ തന്നെ തീരുമാനിച്ച് ആദ്യാവസാനം പിണറായി വിജയൻ ആലപ്പുഴ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കണം എന്ന ഒരു നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നതും ഈ സമ്മേളനം നിയന്ത്രിച്ചതും. അതിന് രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും രൂക്ഷമായ തോതിൽ വിഭാഗീയത നടമാടുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ജില്ലാ പാർട്ടി എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. നമുക്കറിയാം, അവിടുത്തെ പ്രശ്നങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ, കായംകുളം ഏരിയയുമായി ഒക്കെ ബന്ധപ്പെട്ട ധാരാളം നിരവധി പ്രശ്നങ്ങളുണ്ട്. അവിടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗമോ, സാധാരണ എങ്ങനെ ഉണ്ടാവുക, ചിലപ്പോൾ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും, അല്ലെങ്കിൽ ഒരു മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം അതിൽ ആദ്യാവസാനക്കാരനായിട്ട് ഉണ്ടാവും. ഇവിടെ അങ്ങനെ പറ്റില്ല, അത് പോരാ. MV ഗോവിന്ദനോ അല്ലെങ്കിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, ആലപ്പുഴയ്ക്ക് അവരുടെ സ്വന്തമായ പോളിറ്റ് ബ്യൂറോ അംഗമുണ്ട്, MA ബേബി, അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, MV ഗോവിന്ദനും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ജില്ലയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ തന്നെ അത് നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. രണ്ടാമത്, 4-5 ജില്ലാ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. അവിടെയൊക്കെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണമോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെയും ഭരണത്തിനെതിരെയും അതിശക്തമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് പോലീസ് ഭരണത്തിനെതിരായിട്ട്. പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു വകുപ്പാണ് ആഭ്യന്തരം, അതിനെതിരായിട്ട്. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള സർക്കാരിന്റെ ഒരു പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസ്, അതെല്ലാം വളരെ ശക്തമായ വിമർശനങ്ങൾക്ക് കാരണമായി. ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ, അതായത് യൂത്ത് കോൺഗ്രസ്സുകാരെ DYFIക്കാരും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും തല്ലിയപ്പോൾ
അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുൾപ്പെടെ. അതുപോലെ തന്നെ ഈ കേരള നവോത്ഥാന യാത്ര ഒരു AC ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളൊക്കെ കയറിയിരുന്ന് വടക്കു മുതൽ തെക്ക് വരെ നടത്തിയ ആ ഒരു ഘോഷയാത്രയുണ്ടല്ലോ, അത് കേരളീയരുടെ മുമ്പിൽ വളരെ പരിഹാസ്യമായി പോയൊരു കാര്യമാണ്. അതിപ്പോ CPM-കാർ സമ്മതിക്കുക. അതൊക്കെ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ അതിശക്തമായ വിമർശനങ്ങൾക്ക് കാരണമായി. അതായത് വിഭാഗീയതയുടെ പേരിൽ ആലപ്പുഴ സമ്മേളനം അലമ്പായി പോരുത്. അതുപോലെ തന്നെ ഇതുവരെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടായ രീതിയിൽ പാർട്ടി നേതൃത്വത്തിനും ഗവൺമെന്റിനും എതിരായിട്ടുള്ള വിമർശനങ്ങളും എതിർപ്പും അനുവദിച്ചുകൂടാ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ പിണറായി വിജയൻ വന്ന് പങ്കെടുത്തത്. അപ്പോൾ ഇനി അത്തരത്തിലുള്ള അനാശാസ്യമായ വിമർശനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതുവരെ ജില്ലകളിലൊക്കെ അത് സംഭവിച്ചു. വയനാട് പോലും, അതായത് മരുമകന് താല്പര്യമുള്ള ആളിനെ ജില്ലാ സെക്രട്ടറി ആക്കാൻ സാധിച്ച വയനാട് പോലും വിമർശനങ്ങൾ ഉണ്ടായി. അതും ഒരു ചരിത്രമായിരുന്നു വയനാട് നടന്നത്. DYFIയുടെ ജില്ലാ സെക്രട്ടറി നേരിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കും. അത് വയനാട്ടിലാണ് സംഭവിച്ചത്. അത് ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറിയെ സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ടേം കഴിയുന്ന ഉടനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കും. DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ അതുപോലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്കും എടുക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വയനാട്ടിൽ മത്സരത്തിലൂടെ മരുമകന്റെ സ്ഥാനാർത്ഥിയായ ആള് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി. ഏതായാലും ഹെഡ് മാസ്റ്റർ അവതരിച്ചതോടുകൂടി ആലപ്പുഴ ജില്ലാ സമ്മേളനം വളരെ ഭംഗിയായിട്ട് വെടിപ്പായിട്ട് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല. കമാന്നൊരക്ഷരം ഒരു പ്രതിനിധി സർക്കാരിനെതിരെയോ പാർട്ടിക്കെതിരെയോ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയോ ഉന്നയിച്ചില്ല. വടിയൊന്നും എടുക്കേണ്ടി വന്നില്ല. ഹെഡ് മാസ്റ്ററുടെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു വളരെ അച്ചടക്കത്തോടുകൂടി, കമ്മ്യൂണിസ്റ്റ് അച്ചടക്കത്തോടുകൂടി ഈ ജില്ലാ സമ്മേളനം നടത്തുന്നതിന്. BJPയിലേക്കോ മറ്റോ പോകുമെന്ന് ആരൊക്കെയോ പ്രചരിപ്പിച്ചിരുന്ന പ്രതിഭ MLA പോലും പുതുതായിട്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായി. പ്രതിഭയുടെ മകൻ ഏതോ കഞ്ചാവ് വലിച്ച കേസിലോ കഞ്ചാവ് കൈവശം വെച്ച കേസിലോ എക്സൈസുകാരെ പ്രതിയാക്കിയെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. പക്ഷെ അതൊന്നും പ്രതിഭയ്ക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നതിന് തടസ്സമായില്ല. ഇനി നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ കഴിവുള്ളിടത്തോളം പിണറായി വിജയൻ നേരിട്ട് സംബന്ധിക്കണം, ആദ്യാവസാനം ഉണ്ടായിരിക്കണം എന്നൊരു തീരുമാനമാണ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ മറ്റു സമ്മേളനങ്ങളിൽ MV ഗോവിന്ദൻ നിശബ്ദത പാലിക്കേണ്ടി വരും. ഈ സംഭവ വികാസങ്ങൾ സംസ്ഥാന സമ്മേളനമാവുമ്പോഴേക്കും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. MV ഗോവിന്ദൻ ഒരു സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടി സെക്രട്ടറി ആയ ആളല്ല. ഇടക്കാലത്ത് ശ്രീ കോടിയേരിയുടെ വിയോഗത്തെ തുടർന്ന് MV ഗോവിന്ദനെ സെക്രട്ടറി ആക്കുകയായിരുന്നു. അന്ന് പലരുടെയും പേരുകൾ ഉണ്ടായിരുന്നു, പലരും ആഗ്രഹിച്ചതാണ്. EP ജയരാജൻ വളരെ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ AK ബാലന്റെ പേര് അന്ന് അന്തരീക്ഷത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയന്റെ പിന്തുണ MV ഗോവിന്ദനാണ് ലഭിച്ചത്. അതുകൊണ്ട് അദ്ദേഹം സെക്രട്ടറി ആവുകയും ചെയ്തു. പക്ഷെ ഈ സമ്മേളനം നടക്കുമ്പോൾ കൊല്ലത്താണ്. അവിടെ MV ഗോവിന്ദന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഒഴിവാകുമോ, അദ്ദേഹത്തെ ഒഴിവാക്കുമോ, അത്തരത്തിലുള്ള ചില ചിന്തകള്, ചില മർമ്മരങ്ങള്, ഞാനതേ പറയുന്നുള്ളൂ, അങ്ങനെ ഉണ്ടാവുമെന്ന് പറയുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ചില അടക്കം പറച്ചിലുകൾ പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ MV ഗോവിന്ദൻ പഴയ ഗോവിന്ദനല്ല. ഇപ്പൊ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്, പാർട്ടിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയിൽ പെട്ട ആളാണ്. അത്തരത്തിലുള്ള ഒരാളെ ഇവിടെ ഒരു സംസ്ഥാന സമ്മേളനം വിചാരിച്ചാൽ പെട്ടെന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്നു. അദ്ദേഹത്തിന്റെ ടേം ഒന്നും പൂർത്തിയായിട്ടില്ല. അദ്ദേഹം ഒരു ടേം പോലും പൂർത്തീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഈ 2 തവണ കൂടെയെങ്കിലും സെക്രട്ടറി ആവാം. അപ്പോ അത്തരത്തിലൊരാളിനെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെറുതെ അങ്ങ് മാറ്റാനോ നീക്കാനോ സാധിക്കുമെന്ന് കരുതുന്നില്ല. പക്ഷെ ഇത് CPM ആണ്, ഇപ്പോഴത്തെ CPM ആണ്, ഇന്നത്തെ CPM. ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായ ഒരാള് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി
സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിന് പോളിറ്റ് ബ്യൂറോയെ കൊണ്ട് അംഗീകാരം ആവശ്യമാണെങ്കിൽ പോലും നമ്മുടെ പിണറായി വിജയൻ തീരുമാനിക്കുകയാണെങ്കിൽ ഗോവിന്ദൻ എന്നല്ല, ആരാണെങ്കിലും ആരുടെയും പദവി എപ്പോഴും നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. അതായത് പി വിയുടെ മുകളിൽ, അതായത് പിണറായി വിജയന്റെ മുകളിൽ പി ബിയും പറക്കില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ്.